നമസ്തേ, ഞാൻ നിത്യ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹിന്ദു വേഴ്സലിലേക്ക് സ്വാഗതം. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാണി ബോധത. ലഡാക്ക് വഴി ചൈന ഇന്ത്യയെ ആക്രമിക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് ഇന്ത്യയിലേക്ക് വഴികാട്ടി കൊടുക്കുമെന്ന് പറഞ്ഞ ആളാണ് ഈ സോനം വാങ്ചുക്. അയാൾ ഒരു അന്തം രാജ്യദ്രോഹിയാണ്. ഏതെങ്കിലും ഫോർത്തറൈറ്റ് മുഖമില്ലാത്ത സൈബർ വ്യാളിയല്ല. ഒരു വാർത്താ ചാനൽ പ്രധാനിയുടെ പോസ്റ്റാണ്. അയാൾ മാത്രമല്ല, ഈ ദിവസങ്ങളിൽ നൂറുകണക്കിന് സൈബർ വ്യാജന്മാർ, വെറുപ്പിന്റെ വക്താക്കൾ, പണ്ടേ പോരാടാത്തവർ, പോരാട്ടങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്തവരുടെ പിന്മുറ ആരാധകർ പടച്ചിറക്കുന്ന ഒരു പച്ചക്കള്ളമാണ്. അധാർമിക പണികൾ, ഇമ്മോറൽ വൃത്തികേടുകൾ അവർക്കൊരു പുതിയ കാര്യവുമല്ല. जब चीन घुस आता है तो लद्दाख के लोग जान देकर रोकते हैं, मगर अब अगर भारत सरकार हमारे लिए कुछ नहीं कर रहा है तो अगली बार वो आए तो हम उनको रास्ता दिखाएंगे, हम रोकेंगे नहीं. हम जान क्यों दे जब हमारा कोई संरक्षण नहीं हो रहा है. डोंट किल द मैसेंजर कहते हैं ना, सॉल्व द प्रॉब्लम. उनका तो फ्रस्ट्रेशन निकल रहा है, आप समस्या का हल करें तो बेहतर होगा. तो सरकार को इन सब बातों का सीरियस नोट बहुत गंभीरता से लेनी चाहिए. लद्दाख के लोगों में एलियनेशन और फ्रस्ट्रेशन आना भारत के लिए अच्छी बात नहीं है. വളരെ സങ്കടകരമായിട്ട് പറയാവുന്ന ഒരു കാര്യമുണ്ട്. അവശേഷിക്കുന്ന ചിത്രങ്ങളും അവശേഷിക്കുന്ന ശബ്ദങ്ങളും അങ്ങേയറ്റം മോശമായിട്ടുള്ള ലൈംഗിക ചൊവ്വയുള്ള, അങ്ങേയറ്റം മോശമായിട്ട് ജനനേന്ദ്രിയങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന അവരാരും വിദ്യാർത്ഥികളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലർ ബ്യൂട്ടി പാർലറിൽ ഈ നഖം മിനുക്കുന്ന ജോലി ചെയ്യുന്നവർ, ചിലർ മറ്റ് ചില ജോലികൾ ചെയ്യുന്നത്. ഒരു മാർക്സിയൻ നമ്മൾ തത്വശാസ്ത്രം അനുസരിച്ച് പറയുകയാണെങ്കിൽ ലുംപൻ പ്രോളിറ്റേറിയറ്റ്. ഈ ലുംപൻ പ്രോളിറ്റേറിയറ്റ് എപ്പോഴും വിപ്ലവത്തിന് തന്നെ വലിയ അപകടം ചെയ്യും എന്നാണ് മാർക്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഗണത്തിൽ പെടുത്താവുന്ന തരത്തിലുള്ള ചില ആളുകൾ ഇതിനകത്ത് വന്നിട്ട് അവരുപയോഗിച്ചിരിക്കുന്ന പദാവലികൾ, അവരുപയോഗിച്ചിരിക്കുന്ന ഭാഷ, അവരുപയോഗിച്ചിരിക്കുന്ന സ്ത്രീവിരുദ്ധത, ഇതിനകത്ത് ഞാൻ ആണും പെണ്ണുമായിട്ട് ആരെയും ഞാൻ വകതിരിച്ച് കാണിച്ചിട്ട് ആണ് പറഞ്ഞാൽ ഇത് കുഴപ്പമില്ല, പെണ്ണ് പറഞ്ഞാൽ ഇത് മോശമാണ്, ഇല്ല, അങ്ങനെ ഇതിനെ ഒന്നും കാണേണ്ട കാര്യമില്ല. ഇതിനകത്ത് ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധത, അതായത് ഒരു മനുഷ്യൻ, അത് രാഷ്ട്രീയ പ്രതിയോഗിയാകട്ടെ, ആ രാഷ്ട്രീയ പ്രതിയോഗിയുടെ അമ്മയെ ബലാത്സംഗം ചെയ്യണമെന്ന് ഉള്ള ഭീഷണി മുഴക്കുന്നത് എവിടുത്തെ രാഷ്ട്രീയമാണ്? അത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ ഡിക്ഷണറിയാണ് ഇത് ഉപയോഗിക്കുന്നത്? ഇത് എന്ത് തരത്തിലുള്ള ലെക്സിക്കണാണിത്? ഈ തരത്തിൽ നമുക്ക് ഒരു സമരങ്ങളും ഒരു പ്രതിഷേധവും ഈ തലത്തിലേക്ക് പോകാൻ പാടില്ല. ഈ തലത്തിലേക്ക് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കടിഞ്ഞാണിടേണ്ടിയിരുന്നത് അവിടുത്തെ നേതാക്കൾ എന്ന് സ്വയം അവകാശപ്പെട്ടിരുന്ന വിദ്യാർത്ഥി സമരങ്ങൾ ഇതിനെ പറയരുത്. ഈ സമരം നടത്തിയവരാരും വിദ്യാർത്ഥികളല്ല. അതിനകത്ത് 30ാമത്തെ വയസ്സിൽ കോടിക്കണക്കിന് രൂപ മുടക്കി അമേരിക്കയിൽ പോയിട്ട് ഒരു ബിരുദം വാങ്ങാൻ വേണ്ടി പോയ ഒരാളുണ്ടാവുമായിരിക്കാം. മറ്റൊരാളാണെങ്കിൽ മാസം എന്തോ 4-5 ലക്ഷം രൂപ വാടകയ്ക്കുള്ളൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ജോലിയോ പ്രത്യേകിച്ച് വരുമാനമോ ഒന്നും ഉള്ളതായിട്ട് അറിവില്ല. അദ്ദേഹം 3 തവണയോ മറ്റോ ക്ലാറ്റ് പരീക്ഷ എഴുതി തോറ്റതിന് ശേഷം ഒരു 2ാം തരം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജേർണലിസത്തിലോ മറ്റോ ഒരു ബിരുദം എടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഒരു നേതാവ്. ഇവരാരും വിദ്യാർത്ഥികളല്ല, ഇവരെല്ലാം വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. അപ്പം അതെന്തോ ആയിക്കോട്ടെ, അവർക്കൊരു ചുമതല ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ബലാത്സംഗ ഭീഷണി ആർക്കെതിരെയും മുഴക്കാൻ പാടില്ല. അതുപോലെ പ്രധാനമന്ത്രിയുടെ മരിച്ചുപോയ അമ്മയ്ക്കെതിരെ ആയതുകൊണ്ടല്ല, ആർക്കെതിരെയും മുഴക്കാൻ പാടില്ല. ആർക്കെതിരെയും ഈ തരത്തിലുള്ള പദങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, ആരും ഉപയോഗിക്കാൻ പാടില്ല. അവിടെ പെൺകുട്ടികൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രി അവരെ പേട്രണൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇളയവരാണെങ്കിലും ഈ തരത്തിലുള്ള പദങ്ങൾ ഒരു സമരമുഖത്തും ഉണ്ടാവാൻ പാടില്ല. ये छात्रों के लिए
ഒരു ലോകാവസാനത്തിന്റെ അടയാളം ഇസ്ലാമിൽ ആറാമത്തെയോ ഏഴാമത്തെയോ ദാബത്തുൽ അർള് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ പറ്റി ഡിസ്കസ്. ഐ എം അലി അംജദ്, വയനാടാണ്. പേപ്പർ ലീക്കിനല്ല, CJP ഞാൻ പേഴ്സണലി കാണുന്നത് ഒരു ലോകാവസാനത്തിന്റെ അടയാളം ഇസ്ലാമിൽ ആറാമത്തെയോ ഏഴാമത്തെയോ ദാബത്തുൽ അർള് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ബീസ് ഫ്രം എർത്ത്, ലൈക്ക് കോക്രോച്ചസ്, ലൈക്ക് ഇൻസെക്ട്സ്, and that's deeply connected to Islam, even Solomon, Sulaiman. And as far as I'm concerned, as a deep religious Muslim, I see it as